പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധികാരം ചെയ്യണം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിക്കണം. നിന്റെ ബലമുള്ള ഭുജമെന്റെ തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധികാരം ചെയ്യണം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യഹോവയായ ദൈവം മോശയ്ക്ക് നൽകിയ ഒരു വാഗ്ദത്തമാണ് പുറപ്പാട് 33 അധ്യായം 14 വാക്യം. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവം മോശയ്ക്ക് നൽകിയ ഈ വാഗ്ദത്തം പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് പുറപ്പാട് പുസ്തകം 24 അധ്യായം 12 മുതൽ ഉള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരണം. പുറപ്പാട് 24:12 ദൈവം മോശയോട് പറയുന്നത് എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വരിക എന്ന്. ജനത്തിൻ്റെ ചുമതല അഹരോനെയും ഹൂരിനെയും ഏൽപ്പിച്ച് മോശ പർവ്വതത്തിൽ കയറി. 24:14 വാക്യം. മോശ 40 പകലും 40 രാവും പർവ്വതത്തിൽ ദൈവത്തോടു കൂടിയായിരുന്നു. 24:18 ഇവിടെ വെച്ച് സമാഗമന കൂടാരത്തിൻ്റെ പണി, പെട്ടകത്തിൻ്റെ മാതൃക, യാഗപീഠത്തിൻ്റെ നിർമ്മിതി, പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹരോനെയും പുത്രന്മാരെയും വേർതിരിക്കുക തുടങ്ങിയ ചുമതലകൾ ദൈവം മോശയ്ക്ക് നൽകി. തുടർന്ന് ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ വാഗ്ദത്തമായിരുന്നു, ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും എന്നത്. പുറപ്പാട് 29:45. മോശയ്ക്ക് എല്ലാ കൽപ്പനകളും നൽകിയതിനു ശേഷം ദൈവം തൻ്റെ വിരൽ കൊണ്ട് കൽപ്പലകയിൽ എഴുതിയ കൽപ്പനകളും നൽകി. പുറപ്പാട് 31:18. പർവ്വതത്തിലേക്ക് കയറിയ മോശയെ 40 ദിവസമായിട്ടും കാണാതായപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ തങ്ങളുടെ ഒരാവശ്യവുമായിട്ട് എത്തി. അവർ പറഞ്ഞത്, ഞങ്ങൾ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മുൻപിൽ നടക്കുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. 32:1 വാക്യം. ഒരു ദൈവത്തെ ഉണ്ടാക്കുവാനായി ജനം നൽകിയ പൊൻകുണുക്കുകൾ കൊണ്ട് അഹരോൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു യാഗപീഠം പണിത് ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ച് ജനം ഭക്ഷിക്കുവാനും തിന്നുവാനും കളിക്കുവാനും തുടങ്ങി എന്ന 32:6 നാം വായിക്കുന്നത്. ജനം ഈ വിധത്തിൽ പ്രവർത്തിച്ചപ്പോൾ തന്നോടുകൂടി പർവ്വതത്തിലായിരുന്ന മോശയോട് ദൈവം പറയുന്നത്, ജനം തങ്ങളെ തന്നെ വഷളാക്കി, നീ ഇറങ്ങിച്ചെല്ലുക. പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്ന മോശ യഹോവയുടെ പക്ഷത്തുള്ളവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. ലേവ്യർ അവൻ്റെ അടുക്കൽ വന്നു. മോശ ലേവ്യർക്ക് നൽകിയ കൽപ്പന പ്രകാരം പാപം ചെയ്തവരിൽ 3000 പേർ അന്ന് വധിക്കപ്പെട്ടു. 32:26 മുതൽ 28 വരെ. തുടർന്ന് ജനത്തിൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് മോശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ മറുപടി, എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. 32:33 വാക്യം. തുടർന്ന് ദൈവം വീണ്ടും പറഞ്ഞു, ഈ ജനം ദുശാഠ്യമുള്ള ജനമാണ്. ഞാൻ ഒരു നിമിഷ നേരം ഈ ജനത്തിൻ്റെ നടുവിൽ നടന്നാൽ അവരെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ അവരുടെ നടുവിൽ നടക്കുകയില്ല. 33:3 മുതൽ 5 വരെ. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുമെന്നായിരുന്നു ദൈവം വാഗ്ദത്തം നൽകിയിരുന്നത്. എന്നാൽ ജനം പാപം ചെയ്തതിൻ്റെ ഫലമായി ദൈവം തൻ്റെ വാഗ്ദത്തത്തിൽ നിന്ന് പിന്മാറി. ദൈവം പറയുന്നത്, ഇനി ഞാൻ അവരുടെ നടുവിൽ നടക്കുകയില്ല എന്ന. പാപം ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നു. പാപികളോടുകൂടി ദൈവം നടക്കുകയില്ല. അവരോടുകൂടി ദൈവസാന്നിധ്യം ഉണ്ടാവുകയും ഇല്ല. മിസ്രൈമി അടിമത്തത്തിൽ വിടുതൽ പ്രാപിച്ച് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്ത് ജനത്തോടൊപ്പം ദൈവം സഞ്ചരിച്ചു. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും അവർക്ക് മുൻപായി അവൻ നടന്നു. പുറപ്പാട് 13:21. ഇപ്പോൾ പാപം ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. തുടർന്ന് ദൈവസാന്നിധ്യം നൽകിയിരുന്ന കൂടാരം മോശ
പാളയത്തിന് പുറത്ത് ദൂരെ സ്ഥാപിച്ചു. പുറപ്പാട് 33:7 വാക്യം. ഈ കൂടാരത്തിൽ വെച്ച് മോശ ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ചു. ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വഴി അറിയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ മറുപടിയാണ് പുറപ്പാട് 33:14. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടി പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഞാൻ എല്ലാ നാളും കൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മിലുണ്ടാകുന്ന അനുസരണക്കേട്, അഹങ്കാരം, ദുശ്ശാഠ്യം തുടങ്ങിയവയെല്ലാം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന പാപമാണ്. ദൈവം പാപിയെ സ്നേഹിക്കുന്നു, എങ്കിലും ദൈവം പാപത്തെ വെറുക്കുന്നു. പാപം ചെയ്യുന്നവരോടുകൂടി ദൈവം വസിക്കുകയില്ല. ദൈവം കൃപയും കരുണയും ദയയുമുള്ളവനാണ്. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ചെല്ലുന്ന ആരെയും അവൻ ഉപേക്ഷിക്കില്ല. ദൈവസാന്നിധ്യം അനുഭവമാക്കുവാനും സ്വസ്ഥത അനുഭവിപ്പാനും കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. കാൽവരി ക്രൂശാണ് നമ്മെ കർത്താവിനോട് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവസാന്നിധ്യം അനുഭവിപ്പാനായി ക്രൂശിൻ്റെ അടുക്കിലേക്ക് നാം കടന്നു ചെല്ലണം. കർത്താവെ, ക്രൂശിൽ വെളിപ്പെടുത്തിയ ദൈവിക കൃപയും കരുണയും പ്രാപിപ്പാൻ തക്കവണ്ണം എന്നെയും അവിടുന്ന് യോഗ്യനാക്കണമേ. ആമേൻ.